അക്രമികളും ക്രിമിനൽ സംഘങ്ങളുമായ ഇതര സംസ്ഥാനക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ജോലി ചെയ്യാൻ തന്നെ ജീവനക്കാർ ഭയപ്പെടുകയാണ്. ടി വിനോദിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ ട്രെയിനിൽ വീണ്ടും ടിക്ക് നേരെ ആക്രമണം. ആലപ്പുഴയിൽ ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ചാണ് ടി ജെയ്സന് നേരെ ഭിക്ഷയാചകനായ ഇതര സംസ്ഥാനക്കാരൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ തൃശൂരിൽ യാത്രക്കാരൻ ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യസാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ടിക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവമുണ്ടായത്. ഒരു ഭിക്ഷക്കാരൻ ടി ജെയ്സൺ തോമസിന്റെ കണ്ണിന് സമീപം മാന്തി. ട്രെയിൻ നീങ്ങിത്തുടങ്ങുന്ന ഉടനെയായിരുന്നു ആക്രമണം. പിന്നാലെ ഭിക്ഷാടകൻ ഓടി രക്ഷപ്പെട്ടു. ആദ്യം ഇയാൾ യാത്രക്കാരും കച്ചവടക്കാരുമായി പ്രശ്നമുണ്ടാക്കി. ഇയാളുടെ പക്കൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ ടിക്ക് നേരെ ആക്രമണമുണ്ടാക്കിയത്. പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാരെ തള്ളിമാറ്റിയാണ് ഇയാൾ അകത്ത് കടന്നത്. B10 കോച്ചിൽ 11 കോച്ചിലാണ് ഈ സംഭവം നടന്നത്. 10 കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ല. അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പി കൈ മുഷ്ടി കുത്തി എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി. രണ്ടാം വട്ടം എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കയറി എൻ്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് ബ്ലഡ് വന്നു. നോൻ കഴിയാൻ എൻ്റെ കൺസേൺ അതോറിറ്റിനെ ഞാൻ അറിയിച്ചു. അടിക്കാൻ ശ്രമിച്ചപ്പോൾ ജെയ്സൺ ഒഴിഞ്ഞുമാറി. ഗാർഡ് റൂമിൽ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത ശേഷമാണ് ജെയ്സൺ യാത്ര തുടർന്നത്. മാനസികമായി ഏറെ ബുദ്ധിമുട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നതെന്നും അതേസമയം ടിറ്റിമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഒരു മെയിൽ ടിറ്റിയായി എനിക്ക് ഒരു അനുഭവമാണ് ഈ രാത്രി പോകുന്ന വണ്ടികൾ. എറണാകുളം സൗത്ത് ഡിപ്പോയിൽ ഉള്ള വണ്ടികളൊക്കെ ദീർഘദൂര വണ്ടികളാണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട് അഴിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. കാരണം അവരത്രയായിരിക്കും. അവർ വളരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. അതേസമയം അതിഥി തൊഴിലാളി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതാണ് കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത്. പിന്നീട് വൈരാഗ്യം തോന്നിയ രജനീകാന്ത് ട്രെയിനിൽ നിന്നും ടിയെ തള്ളിയിടുകയായിരുന്നു. ഇതാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യസാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു.